ഞാൻ സിനിമയിൽ വരാൻ ആഗ്രഹിച്ചത് അവളുടെ രാവുകൾ എന്ന സിനിമ കണ്ടിട്ടാണ്. അത് സീമയോടുള്ള പ്രേമം കൊണ്ടൊന്നുമല്ല, ശശിയോടുള്ള പ്രേമം കൊണ്ടാണ്. കാരണം സംവിധാനം IV ശശി എന്ന് സ്ക്രീനിൽ കണ്ട് കൈയടിച്ച് കോളേജ് കാലഘട്ടത്തിൽ നിന്ന് IV ശശി എന്ന് സത്യം പറഞ്ഞാൽ ഇപ്പോഴല്ലേ ആദ്യമായിട്ട് പറയുന്നേ. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. അയ്യോ, ശശിയേട്ടനോട് തന്നെ പലവണ്ണം പറഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല, ഞാൻ എഴുതിയിട്ടുണ്ട് അത്. കാരണം ഞാൻ മാത്രമല്ല, ഞങ്ങളുടെ തലമുറയിൽപ്പെട്ട ഒരുപാട് സംവിധായകർ സിനിമയിലേക്ക് കടന്നു വന്നതിന് കാരണം IV ശശി എന്നുള്ളൊരു പേരാണ്. അപ്പോൾ അതിലേക്കൊക്കെ വരുന്നതിന് മുമ്പ് സീമ എന്ന് പറയുന്ന സിനിമാ നടി മലയാള സിനിമയിൽ അങ്ങനെ ഒരു കൾട്ട് ഉണ്ടാക്കിയത്, ആരാധനയോടെ നോക്കിയെന്ന് പറയുന്നത് അവിടെയാണ്. അല്ലാണ്ട് ഒരു നടിയെ നമുക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടു എന്നുള്ളൊരു അർത്ഥത്തിലല്ല, ഒരു കൾട്ട് ഉണ്ടാക്കിയത്. അതായത് നമ്മൾ പറയുകയാണെങ്കിൽ സാഹിത്യത്തിൽ മാധവിക്കുട്ടി എൻ്റെ കഥ എന്ന പുസ്തകത്തിലൂടെ അവരുടെ ആത്മകഥ എന്നുള്ള രീതിയിൽ എഴുതിയ ഒരു വസന്തമുണ്ട്, ഒരു പെൺ വസന്തം എന്ന് നമുക്ക് പറയാവുന്ന രീതിയിൽ അതിനെ സാഹിത്യത്തിൽ സൃഷ്ടിച്ചെങ്കിൽ അത് സിനിമയിൽ സൃഷ്ടിച്ച ആൾ സീമയാണ്. അതിനു മുമ്പ് ഒരുപാട് സ്ത്രീ കഥാപാത്രങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് നടികളുണ്ടായിട്ടുണ്ട്. പക്ഷെ ഇവരൊക്കെ തീർച്ചയായിട്ടും അഭിനയിച്ചങ്ങ് പോയി മാത്രമല്ല, ഒരു പുതിയൊരു തരംഗം ഉണ്ടാക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. അവിടെ നിന്ന് നമുക്ക് തുടങ്ങാം. അങ്ങനെ ചിന്തിക്കുമ്പോൾ അവളുടെ രാവുകൾ എന്ന് പറയുന്ന സിനിമയിൽ ശാന്തി സീമയായി വന്നു. സീമ എന്നുള്ള പേര് അതിനു മുമ്പ് വന്നാണ് നമുക്കറിയാം, അല്ലേ? ലിസ ബേബിയും വിജയേട്ടൻ നടൻ വിജയൻ. അതെ. നമുക്ക് അവളുടെ രാവുകളെയും തുടങ്ങാം. അതിനു മുമ്പ് ഉള്ള കാലത്തിനും അതിനുശേഷം അതാണല്ലോ ശരിക്കും പറഞ്ഞെങ്കിൽ സീമയുടെ ഒരു ഞാനല്ല ആർട്ടിസ്റ്റ് ആക്ച്വലി, വേറെ ആരൊക്കെയാണ് അഭിനയിക്കാറുന്നത്. അപ്പോൾ അതിനു മുമ്പ് കുറച്ചൊരു 2 മാസത്തിന് മുമ്പ് ഈ മനോഹര തീരം എന്ന് പറഞ്ഞ പടത്തിന് ഡാൻസിന് വേണ്ടി പോയിരുന്നു. ഞാനും ഹരിഹരൻ സാറും, ഞാൻ ഡാൻസ് ചെയ്യും, ഹരിഹരൻ സാർ പാടും. ഹരിഹരൻ സാർ അഭിനയിച്ചിട്ടുണ്ട്. അപ്പം അതിൽ ഡാൻസ് ചെയ്യാനാണ് പോയത് നമ്മൾ. അപ്പോൾ ഈ ശശിയേട്ടൻ എപ്പോഴും എങ്ങനെ വിളിക്കും, ശശിയേട്ടൻ ഇങ്ങനെ വിളിച്ചപ്പോൾ ഞാൻ മൈൻഡ് ചെയ്തില്ല. ഇങ്ങേരെന്തിനാ ഇങ്ങനെ വിളിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പം അടുത്തൊരു കുട്ടി പറഞ്ഞു, അതായത് എന്നെയാണ് വിളിക്കുന്നതെന്ന്. ഞാൻ പിന്നെ പോവില്ല, ഞാൻ കഴിക്കും മര്യാദയ്ക്കെന്ന് പറഞ്ഞു. വൈകുന്നേരം ടിഫിൻ കഴിച്ചോണ്ടിരിക്കുകയാണ്. വൈകുന്നേരം 6 മണിക്കാണ് ഇത് വിജയ ഗാർഡനിൽ. അപ്പം ഞാൻ കൈ കഴുകിയിട്ട് എന്നെയാണ് വിളിക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ പിന്നെ എനിക്ക് ഇത്ത പേരില്ലേ, ശാന്തി എന്ന് പേരുണ്ടല്ലോ, അതെന്തോന്ന് ഇങ്ങനെ പട്ടിനെ വിളിക്കുന്ന പോലെ എന്ന് ചോദിച്ചു ഞാൻ. അപ്പോൾ ഇങ്ങനെ നോക്കി ചോദിച്ചാൽ വായാടിയാണല്ലോ. ഞാൻ പറഞ്ഞാണ്, ഓഫ്കോഴ്സ്. അഭിനയിക്കുമെന്നേ? ഇല്ല സാർ, ഞാൻ ഹീറോയിനായിട്ട് അഭിനയിക്കുന്നത്, അതുകൊണ്ട് തമിഴേ അറിയുള്ളൂ എനിക്ക്. ഞാൻ ഡാൻസ് ഒന്നും ചെയ്യൂല, ഞാൻ അഭിനയിക്കുകയാണ്. അപ്പം നീളനി സാക്ഷി അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് സീമ എന്ന് മാറിയത്. ഡാൻസ് കഴിഞ്ഞ് ഞാൻ വന്നപ്പോൾ ഉണ്ട് ശശിയേട്ടൻ വിളിക്കുന്നത്. ഒരു 10 മണിയാകുമ്പം ഓഫീസിൽ എല്ലാം തൊട്ടടുത്താണ് അവിടെ. എല്ലാവരും നടന്നാ പോകുന്നത് ഷൂട്ടിങ്ങിന്. എൻ്റെ അമ്മ പോലും ചോദിച്ചു, നീ എന്തിനാണ് നടന്നു പോകുന്നത്? ഷൂട്ടിങ്ങിനാണ് പോകുന്നത്. അമ്മ ഞാൻ അഭിനയിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് വലിയ ഇതല്ലേ. അപ്പം ശശിയേട്ടൻ രാവിലെ 10 മണിയായപ്പം പോയപ്പം ഫോട്ടോസ് എടുത്തു. ഫോട്ടോ സെക്ഷനിൽ പോയപ്പം ഫോട്ടോസ് എടുത്തു. അത് ഒന്നും കൊള്ളില്ല, ഒരെണ്ണം കൊള്ളില്ല. അതിലെവിടെയോ ഒരു ഫോട്ടോ നന്നായിരുന്നു. അപ്പം പുള്ളി പറഞ്ഞു, ഇല്ല ഇത് നന്നാവും, നീ എന്താ തലക്കൊഴൊന്നും ഒഴിച്ചില്ല, തല വാഷ് ചെയ്തില്ല? ഞാൻ പറഞ്ഞില്ല, എണ്ണയായിട്ടിരിക്കുകയാണ്, തല ഒന്ന് വാഷ് ചെയ്തിട്ട് വൈകുന്നേരം വരും. ഞാൻ അങ്ങനെ തല വാഷ് ചെയ്തിട്ട് വൈകുന്നേരം പോയപ്പോൾ ഉണ്ട് ആ സ്റ്റിൽസാണ് ഫസ്റ്റ്. ശരിയായപ്പം ശശിധരൻ പറഞ്ഞു, നീ അഭിനയിക്കുന്നു എന്ന്. എന്താ ഏതാന്നൊന്നും ചോദിച്ചില്ല ഞാൻ. ഞാൻ പിന്നെ അഭിനയിക്കേ, ശരിയായിക്കോട്ടെ. എങ്ങനെ എൻ്റെ ഒരു വലിയൊരു പ്രതീക്ഷ ഒന്നും എനിക്ക് അങ്ങനെയൊന്നുമില്ല, അന്നുമില്ല എന്നുമില്ല. അഭിനയിക്കാൻ ആദ്യത്തെ ദിവസം November 5th 1977 November 5th ഒരു ബുധനാഴ്ച ഷൂട്ടിങ്ങിന് പോവാണ് ഞാൻ. ആ പടം 18 ദിവസത്തിൽ അവളുടെ രാവൽ എന്ന് പറഞ്ഞ പടം ചെയ്തു. എന്ത് റോളാണ് ഏതാണ് ഒരു പിടിയില്ല. കമാന്ന് പോലും അന്ന് ശശിയേട്ടൻ്റെ അടുത്ത് ഞാൻ എന്താ ക്യാരക്ടറും ചോദിച്ചിട്ടില്ല. ഇന്ന് വരെ ഈ 57 പടം എന്തോ ശശിയേട്ടൻ്റെ പടം ചെയ്തിട്ടുണ്ട്, ഒന്നിനും അവളുടെ രാവുകൾ എന്ന് പറയുന്ന സിനിമ ജീവിതം മാറ്റി സീമയായി മാറി. പക്ഷെ സീമയാകുന്നതിന് മുമ്പുള്ള ഒരു ജീവിതം, ഇപ്പോൾ മദ്രാസിലാണ് ജീവിച്ചത്, വളർന്നതൊക്കെ അവിടെയാണ്. അച്ഛൻ അവിടെ TVS ഉദ്യോഗസ്ഥനായിരുന്നു, അമ്മയും ഉണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ പക്ഷെ കുറച്ച് കാലം സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് വേർപിരിഞ്ഞു പോയി. 7 വയസ്സിൽ അച്ഛൻ ഡിവോഴ്സായി, അമ്മയായിട്ട് ഡിവോഴ്സായി. ശരിക്കും പറഞ്ഞെങ്കിൽ അമ്മ വളർത്തിയ മകളാണ് അല്ലേ?
വളർത്തിയതെന്ന് പറഞ്ഞാൽ ഒരു ആണിനെ പോലെയാണ് വളർത്തിയത്, ഒരു ബോൾഡായിട്ടാണ് വളർത്തിയത്. അതായത് പഠിപ്പിച്ച എങ്ങനെയാണെന്ന് വെച്ചാൽ മോളുടെ അടുത്ത് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അടി കൊടുക്ക്, ആണാന്ന് നോക്കണ്ടെന്ന്, എങ്ങനെയാണ് വളർന്നത്.